പിന്നെ സാർ ഈ പറഞ്ഞ പോലെ ഷോട്ടുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അത് വെച്ച് ടക 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 ടകാന്ന് പറഞ്ഞ് ചിലപ്പോൾ പോകുന്നുണ്ടാവാം. പക്ഷെ എന്നാൽ പോലും ഇതിനകത്തൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ ആ ക്രിയേറ്റീവ് സൈഡിൽ സാർ എടുത്ത ഏറ്റവും വലിയ റിസ്ക് എന്തായിരുന്നു? ഇതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതൊരു ഡാർക്ക് വെബ് അല്ലെങ്കിൽ ഒരു ടെക്നോ ത്രില്ലർ ചെയ്യുമ്പോൾ ഒരു സാധാ ഒരു ഓഡിയന് കണക്റ്റ് ആകണം എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ നമ്മളിത് എത്ര ഫാസ്റ്റായിട്ട് പോയാലും അവർക്കത് കണക്റ്റ് ആയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അത് കോംപ്ലിക്കേഷൻ ഇല്ലാതെ എങ്ങനെ, ഇപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട് ഇതെങ്ങനെ കണക്റ്റ് ആവാന്നുള്ള ഡൗട്ടുണ്ട്. പക്ഷേ അത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഇതാണ്. നമ്മളിപ്പം പ്രോസസ്സ് വലുതാണെങ്കിലും ഇതിൻ്റെ നരേറ്റീവും എല്ലാം വേറെ ടോട്ടലി ഡിഫറെൻ്റ് ആണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ്. എന്നാലത് ഈ പറഞ്ഞ എന്താ എല്ലാവർക്കും അത് കണക്റ്റ് ആകണം, അല്ലെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാകണം. കാരണം ഒരു കൺഫ്യൂസ് ചെയ്യും. ഇപ്പം ഡാർക്ക് വെബ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ചിലപ്പം പറയും അത് ചിലപ്പോൾ നമ്മുടെ സെഗ്മെൻ്റ് അല്ലല്ലോ, നമുക്കത് കാണണ്ടല്ലോ എന്നുള്ളൊരു ഇത്. ഇപ്പോൾ ഏത് പ്രായക്കാർക്ക് കണ്ടാലും ഈ പടം മനസ്സിലാകും, അതിനകത്തൊരു കോംപ്ലിക്കേഷൻ ഇല്ല. നമ്മൾ പക്ഷേ ഇതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് ഈ ഡാർക്ക് വെബ് എന്നുള്ള ഒരു ഇതിലൂടെയാണ് ത്രൂ പോകുന്നത്.